കാലവർഷം തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ 5 ദിവസം കൊണ്ട് വയനാട്ടിൽ മാത്രമുണ്ടായത് 62 സംഭവങ്ങളാണ് മരം വീണ് അപകടമുണ്ടായത്. ഇത് ഫയർഫോഴ്സിന്റെ കണക്കിൽപ്പെട്ടത്. അതല്ലാതെയും നിരവധി സംഭവങ്ങളുണ്ട്. ഇതിൽ കൽപ്പറ്റ SP ഓഫീസിന് സമീപവും അതുപോലെ കൃഷ്ണഗിരിയിലുമൊക്കെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അപകടം ഒഴിവായത്. SP ഓഫീസിന് സമീപം രാത്രി മരം വീണതുകൊണ്ടാണ് ആർക്കും അപകടം പറ്റാതിരുന്നത്. കൃഷ്ണഗിരിയിൽ ഒരു കാറിന് മുകളിൽ മരം വീണെങ്കിലും ഭാഗ്യം കൊണ്ട് ഡ്രൈവർ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. എങ്കിലും ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലാണ്. ഇവിടെ ഇപ്പോൾ ദേശീയപാതയിൽ കൽപ്പറ്റ കിൻഫ്ര പാർക്കിന് സമീപത്ത് 2 ഈട്ടി മരങ്ങളാണ് അപകടാവസ്ഥയിലുള്ളത്. ഏത് സമയം വേണമെങ്കിലും റോഡിലേക്ക് മറിഞ്ഞു വീഴാകുന്ന അവസ്ഥയിലാണ്. നമ്മളെ SP ഓഫീസിന്റെ അടുത്തുള്ള അപകടം എല്ലാവരും പറഞ്ഞത് പകലാണെങ്കിൽ നിരവധി പേരുടെ ജീവൻ പോവുമായിരുന്നു. ഇതിപ്പോൾ പല സ്ഥലത്തും ഇനിയും ഇങ്ങനെ മരങ്ങൾ നിൽക്കുകയാണ്. ഈ മഴക്കാലത്ത് ഏറ്റവും അധികം ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ എല്ലാ സ്ഥലങ്ങളും മരം മറിഞ്ഞു പോകുന്നതാണ്. അത് ശക്തിയായ കാറ്റിനെ തുടർന്ന്. ഇപ്പോൾ SP ഓഫീസിൻ്റെ അടുത്തുണ്ടായിരുന്ന അപകടം തന്നെ പകലായതുകൊണ്ട് ആയിരുന്നെങ്കിൽ വലിയ അപകടമായിരുന്നു. രാത്രി ആയതുകൊണ്ടാണ് പ്രയാസമില്ലാതെ പോയത്. ഇതേ നാഷണൽ ഹൈവേയുടെ തീരത്ത് ഇനിയും ഒരുപാട് മരങ്ങൾ ഇതേപോലെ നിൽക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് തന്നെ ഇപ്പോൾ 2 മരങ്ങൾ റോഡിൻ്റെ ആ വശവും ഈ വശവുമായിട്ട് 2 മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ 2 മരവും നാഷണൽ ഹൈവേയിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് അടക്കം മറിച്ചിട്ടുകൊണ്ട് വരുന്ന വലിയ അപകട സാധ്യത നിൽക്കുന്നത്. ഇവിടെ ഈ കിൻഫ്രന്റെ അടുത്തുള്ള ഈ 2 മരങ്ങളുടെയും കാര്യം അധികൃതരുടെ ശ്രദ്ധയിലൊക്കെ ആൾക്കാർ പെടുത്തിയതാണോ? തീർച്ചയായും. കാരണം മെയിൻ ഇത് നാഷണൽ ഹൈവേ ആണ്. എല്ലാ ഉദ്യോഗസ്ഥന്മാർ സഞ്ചരിക്കുന്ന മെയിൻ പാതയാണിത്. അപ്പോൾ അവർ ഇപ്പം നേരിൽ കണ്ടിട്ടും ആക്ഷൻ എടുത്തില്ലെങ്കിൽ പിന്നെ അവരെ വീട്ടിൽ പോയി പറയേണ്ട കാര്യമില്ലല്ലോ. കൃത്യമായി മഴക്കാലത്തിന് മുൻപായി ഇത്തരം അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള ഒരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പരാതി. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.